പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവരെയും കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ലാസ് 12 ബിസിനസ് സ്റ്റഡീസിലെ 7ാമത്തെ ചാപ്റ്റർ ഡയറക്റ്റിംഗ് ഈ പാഠത്തിൻ്റെ ഏറ്റവും അവസാന വീഡിയോ ഭാഗത്തിലേക്കാണ് കിടക്കുന്നത്. ഡയറക്റ്റിങ്ങിൻ്റെ പാർട്ട് 10 ആണിത്. എല്ലാവരെയും പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷനിലുള്ള ബാരിയേഴ്സിനെ കുറിച്ചാണ്. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ മേജർ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹൗ വി ക്യാൻ അവോയ്ഡ് ദം, ഹൗ വി ക്യാൻ ഓവർകം സച്ച് ഒബ്സ്റ്റക്കിൾസ് ഓർ ഹിൻഡ്രൻസസ്. സോ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് how we can overcome such barriers. So barriers to communication, ആശയവിനിമയ തടസ്സങ്ങൾ എന്തൊക്കെയാണ്? The obstacles which prevent the free flow of communication is called barriers. ഫലപ്രദമായ ആശയവിനിമയത്തിന് തടസ്സം നിൽക്കുന്ന ഘടകങ്ങളെയാണ് ബാരിയേഴ്സ് എന്നുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ദ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ഇൻ ആൻ ഓർഗനൈസേഷൻ ക്യാൻ ബി ബ്രോഡ്ലി ഗ്രൂപ്പ്ഡ് ആസ് സെമാറ്റിക് ബാരിയേഴ്സ്, സൈക്കോളജിക്കൽ ബാരിയേഴ്സ്, ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് ആൻഡ് ഓൾസോ പേഴ്സണൽ ബാരിയേഴ്സ്. കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സിനെ പ്രധാനമായിട്ടും 4 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ തിരിക്കുന്നത്. സെമാറ്റിക് ബാരിയേഴ്സ്, psychological barriers, organizational barriers and also personal barriers. ആദ്യം നമുക്ക് സെമാറ്റിക് ബാരിയേഴ്സിനെ കുറിച്ച് കാണാം. The various semantic barriers in communication. Here semantics is the branch of linguistics dealing with the meaning of words and sentences. വാക്കുകളുടെ, വാചകങ്ങളുടെ അർത്ഥതലവുമായിട്ട് ബന്ധപ്പെട്ടതാണ് സെമാൻറ്റിക്സ് എന്ന് പറയുന്ന ശാഖ. ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് ഡീലിംഗ് വിത്ത് ദ മീനിങ് ഓഫ് വേർഡ്സ് ആൻഡ് സെൻറ്റൻസസ്. സെമാൻറ്റിക് ബാരിയേഴ്സ് ആർ കൺസേൺഡ് വിത്ത് പ്രോബ്ലംസ് ആൻഡ് ഒബ്സ്ട്രക്ഷൻസ് ഇൻ ദ പ്രോസസ് ഓഫ് എൻകോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് മെസ്സേജസ് ഇൻ ടു വേർഡ്സ്. അവിടെ സെൻറ്റർ ഉപയോഗിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ വാചകങ്ങൾ റിസീവർക്ക് മനസ്സിലാകാത്ത സാഹചര്യം, അതിൻ്റെ അർത്ഥം അതേ തലത്തിൽ മനസ്സിലാകാത്ത സാഹചര്യമാണ് സെമാൻറ്റിക് ബാരിയേഴ്സിലൂടെ ഉണ്ടാകുന്നത്. അവിടെ എൻകോഡിങ്ങിലോ ഡീകോഡിങ്ങിലോ ആണ് പലപ്പോഴും സെമാൻറ്റിക് ബാരിയറിൽ പ്രശ്നങ്ങളുണ്ടാകാറ്. ഇപ്പോൾ പ്രധാനപ്പെട്ട സെമാൻറ്റിക് ബാരിയേഴ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. വാട്ട് ആർ ദ മേജർ റീസൺസ് ഫോർ ദ സെമാൻറ്റിക് ബാരിയേഴ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ? ഫസ്റ്റ്ലി, badly expressed message. അവിടെ സെൻറ്ററിൻ്റെ എക്സ്പ്രഷൻസ് റിസീവർക്ക് മനസ്സിലാകാത്ത സാഹചര്യം ഉണ്ടാകാറുണ്ട്. അനദർ കേസ് ഈസ് ഫോൾട്ടി ട്രാൻസ്ലേഷൻ. തർജിമയിൽ ഉണ്ടാകുന്ന, ട്രാൻസ്ലേഷനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് അൺക്ലാരിഫൈഡ് അസംഷൻസ്. അവിടെ ഏത് സിറ്റുവേഷനിലാണ് ആ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതെന്ന് അവിടെ റിസീവർക്ക് മനസ്സിലാകാത്ത സാഹചര്യങ്ങളുണ്ടാവാം. അപ്പോൾ ഓരോ കമ്മ്യൂണിക്കേഷനും ചില ബേസിക് അസംഷൻസ് ഉണ്ടാവും. ആ സിറ്റുവേഷനെ ബേസ് ചെയ്തുള്ള അസംഷനെ ബേസ് ചെയ്തുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. അവിടെ കൃത്യമായിട്ട് ആ അസംഷൻസ് ക്ലാരിഫൈ ചെയ്യപ്പെടുന്നില്ല എങ്കിൽ റിസീവർക്ക് സെൻഡർ നൽകുന്ന മെസ്സേജസ് അതേ അർത്ഥതലത്തിൽ മനസ്സിലാവില്ല. മോറോവർ, ദ ബോഡി ലാംഗ്വേജ് ഓർ ജസ്റ്റേഴ്സ്, ഉപയോഗിക്കുന്ന അംഗഭാഷ ചിലപ്പോൾ റിസീവർക്ക് മനസ്സിലാകാത്തതായിരിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ ജസ്റ്റർ ഡീകോഡിങ്ങും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. സോ ദീസ് ആർ ദ മെയിൻ സെമാൻറ്റിക് ബാരിയേഴ്സ്. സെമാൻറ്റിക് ബാരിയറിലൂടെ സെൻഡർ നൽകുന്ന മെസ്സേജ് അതേ അർത്ഥതലത്തിൽ റിസീവർക്ക് മനസ്സിലാകാതെ പോകുന്നു. It may be caused by badly expressed message, faulty translation, unclarified assumptions, or body language or gestures decoding.
ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലാണ് സിമാൻറ്റിക് ബാരിയർ കൂടുതലായിട്ടുണ്ടാകാറ്. രണ്ടാമതായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് സൈക്കോളജിക്കൽ ബാരിയേഴ്സിനെ കുറിച്ചാണ്. ദ ഇമോഷണൽ ഓർ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആക്ട് ആസ് എ ബാരിയർ ടു കമ്മ്യൂണിക്കേറ്റേഴ്സ്. The state of mind of both the sender and receiver of communication reflects in the effective communication. അപ്പോൾ അവിടെ ഇമോഷണൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ടുള്ള ഫാക്ടേഴ്സ് കമ്മ്യൂണിക്കേഷന് തടസ്സമായി നിൽക്കാറുണ്ട്. ഉദാഹരണമായിട്ട് ഏറെ ദേഷ്യത്തിൽ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ വാക്കുകൾ ക്ലിയർ ആകാതെ മറ്റുള്ളവർക്ക് കാര്യങ്ങൾ വേണ്ട വിധം ഗ്രഹിക്കാൻ കഴിയാറില്ല. അല്ലെങ്കിൽ വളരെ ടെൻസ്ഡ് ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ടെൻഷനിൽ നിൽക്കുന്ന അവസരങ്ങളിൽ ചിലപ്പോൾ സംസാരം ക്ലിയർ ആവില്ല. അപ്പോൾ ഇതൊക്കെ സൈക്കോളജിക്കൽ ബാരിയേഴ്സാണ്. അവിടെ ഇമോഷണൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സാണ് കമ്മ്യൂണിക്കേഷൻ ബാരിയറായിട്ട് നിൽക്കുന്നത്. ഹിയർ ദ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഓഫ് ബോത്ത് ദ സെൻഡർ ആൻഡ് റിസീവർ. അവിടെ പ്രേക്ഷിതൻ്റെയും സ്വീകർത്താവിൻ്റെയും മാനസിക നില, മാനസിക അവസ്ഥ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് സെൻഡറിൻ്റെയും റിസീവറിൻ്റെയും അവിടെ മാനസിക നില തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ഓൾസോ പ്രിവെൻറ്റ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ ബാരിയേഴ്സ് നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് പ്രീമച്വർ ഇവാലുവേഷൻ. Sometimes people evaluate the meaning of message before the sender complete his message. അവിടെ പ്രീമച്വർ ഇവാലുവേഷൻ പലപ്പോഴും ഒരു സൈക്കോളജിക്കൽ ബാരിയറാണ്. കാര്യങ്ങൾ പറഞ്ഞു തീരുന്നതിന് മുമ്പ് അവിടെ മെസ്സേജിനെ കുറിച്ചുള്ളൊരു ഇവാലുവേഷൻ നടത്തുക. കംപ്ലീറ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തീർന്നിട്ടുണ്ടാവില്ല, അതിനു മുമ്പ് തന്നെ ഇന്നതാണ് മെസ്സേജ് എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവുക. അവിടെ റിസീവർ മുൻകൂട്ടി ഒരു തീരുമാനത്തിലെത്തുന്നു, ഇന്ന മെസ്സേജാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നത്. അവിടെ കംപ്ലീറ്റ് ആയിട്ട് ആ മെസ്സേജ് നൽകുന്നതിന് മുമ്പ് ആ മെസ്സേജിനെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് ഒരു തീരുമാനമെടുക്കലാണ് പ്രീമച്വർ ഇവാലുവേഷനിലൂടെ. കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഗ്രഹിക്കുന്നതിന് മുമ്പ് അവിടെ മെസ്സേജ് മറ്റൊരു അർത്ഥതലത്തിൽ മനസ്സിലാക്കുക. ദെൻ രണ്ടാമതായി ലാക്ക് ഓഫ് അറ്റൻഷനാണ്. The preoccupied mind of receiver and the resultant non-listening of message act as a major psychological barrier. അപ്പോൾ ഒരു വ്യക്തി നമ്മളോട് ഇന്ന കാര്യമായിരിക്കും പറയുന്നത് എന്നുള്ള ഒരു മുൻധാരണ വെച്ച് നമ്മൾ മുഴുവൻ കാര്യങ്ങളും കേൾക്കാതെ പോയേക്കാം. സോ ദ preoccupied mind of receiver and the resultant non-listening of message. അവിടെ പൂർണ്ണമായിട്ടും ആ മെസ്സേജ് കേൾക്കാൻ അയാൾ തയ്യാറാകുന്നില്ല. കാരണം അയാൾ നൽകുന്ന മെസ്സേജിനെ കുറിച്ച് ഒരു മുൻധാരണ, ഇന്നതായിരിക്കുമെന്നൊരു മുൻധാരണ ഉണ്ടാവാം. സോ ദ പ്രീഒക്യുപ്പൈഡ് മൈൻഡ് ഓഫ് റിസീവർ ആസ് സച്ച് ദ റിസൾട്ടൻറ്റ് നോൺ ലിസണിങ് ഓഫ് ദ മെസ്സേജ് ആക്ട് ആസ് എ മേജർ സൈക്കോളജിക്കൽ ബാരിയർ. ആൻഡ് തേർഡ്ലി ലോസ് ഓഫ് ട്രാൻസ്മിഷൻ ആൻഡ് പുവർ റീറ്റൻഷൻ. പലരിലൂടെ മെസ്സേജസ് കടന്നു പോകുമ്പോൾ അവിടെ ആശയശോഷണം സംഭവിക്കാറുണ്ട്. അല്ലെങ്കിൽ കേട്ട കാര്യങ്ങൾ മുഴുവനും ഒരാൾക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. മെമ്മറിയിൽ മുഴുവൻ കാര്യങ്ങൾ സൂക്ഷിച്ചിട്ട് മറ്റൊരാൾക്ക് കൺവേ ചെയ്യാൻ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചെന്ന് വരില്ല. ഇത് കൂടുതലും ഓറൽ കമ്മ്യൂണിക്കേഷനിലാണ് നടക്കുന്നത്. ലോസ് ബൈ ട്രാൻസ്മിഷൻ ആൻഡ് ഓൾസോ പുവർ റീറ്റൻഷൻ. And fourthly, distrust between the sender and receiver act as a barrier. ഇപ്പോൾ ഒരു വിശ്വാസമില്ലായ്മ, പറയുന്നത് ശരിയല്ല എന്നൊരു തോന്നലുണ്ടാകുമ്പോൾ നമ്മൾ ആ മെസ്സേജസ് ശ്രദ്ധിക്കാതെ വരും. അവിടെ സെൻഡർ പറയുന്ന കാര്യങ്ങളിൽ ഒരു വിശ്വാസക്കുറവ് പലപ്പോഴും ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേഷന് തടസ്സമായി നിൽക്കാറുണ്ട്. So the distrust between the sender and the receiver act as a barrier for effective communication. Then മൂന്നാമതായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓർഗനൈസേഷണൽ ബാരിയേഴ്സിനെ കുറിച്ചാണ്.
ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനെ തടസ്സപ്പെടുത്തുന്ന മൂന്നാമത്തെ കാറ്റഗറി ഓഫ് ഒബ്സ്റ്റക്കിൾസ് ആണ്, ബാരിയേഴ്സ് ആണ് ഓർഗനൈസേഷണൽ ബാരിയേഴ്സ്. The complex organization structure with a lengthy scalar chain restrict the free and frequent communication. അപ്പോൾ ആ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റേതായുള്ള പ്രത്യേകതകൾ, ആ സംഘടനാ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ഒരുപാട് ലെങ്തി ആയിട്ടുള്ളൊരു സ്കാലാർ ചെയിനിലാണെങ്കിൽ, അധികാര ശ്രേണി അവിടെ രൂപപ്പെടുത്തിയിരിക്കുന്നത് വളരെ ലെങ്തി ആയിട്ടുള്ള ഒന്നാണെങ്കിൽ, ഒരുപാട് പൊസിഷനുകൾ അല്ലെങ്കിൽ ഒരുപാട് തട്ടുകളിലുള്ള തസ്തികകളിലും അവിടെ അധികാര വിന്യാസം നടത്തിയിരിക്കുന്നതെങ്കിൽ അവിടെ വളരെ ലെങ്തി ആയിട്ടുള്ളൊരു സ്കാലാർ ചെയിൻ ആയിരിക്കും ഓർഗനൈസേഷൻ ഉണ്ടാവുക. അപ്പോൾ അത്തരത്തിലുള്ള കോംപ്ലക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ നമുക്കറിയാം ഒരുപാട് തട്ടുകളിലൂടെ കമ്മ്യൂണിക്കേഷൻ കടന്നു പോകേണ്ടതുണ്ട്. അതിലൂടെ ഫ്രീ ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ അത് തടസ്സപ്പെടുത്തിയേക്കാം. പലപ്പോഴും അകാരണമായ കാലതാമസം ഉണ്ടായേക്കാം, അല്ലെങ്കിൽ കൃത്യമായിട്ട് വിവരങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ടാവില്ല. So the complex organization structure with the scalar chain restrictive free and frequent communication. എന്തൊക്കെയാണ് ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്ലി ദ ഓർഗനൈസേഷണൽ പോളിസി. We know some firms follow the centralized policy for communication. എല്ലാ കമ്മ്യൂണിക്കേഷനിലും അവിടെ ആ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എല്ലാ കമ്മ്യൂണിക്കേഷനും ഒരു കേന്ദ്രീകൃത രീതിയിൽ നടക്കാൻ പാടുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ കമ്മ്യൂണിക്കേഷൻ്റെ ഫ്രീ ഫ്ലോയെ തടസ്സപ്പെടുത്തിയേക്കാം. നമ്മൾ വീൽ പാറ്റേൺ ഓഫ് നെറ്റ്വർക്കിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ അവിടെ വീൽ പാറ്റേണിൽ നമുക്കറിയാം എല്ലാ കമ്മ്യൂണിക്കേഷനിലും അവിടെ എന്താണ്, അവിടെ സെൻട്രൽ അല്ലെങ്കിൽ ഒരു ഹെഡിലൂടെ മാത്രമേ, ഒരു സെൻട്രൽ പേഴ്സണിലൂടെ മാത്രമേ നടക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിലൂടെ മാത്രമല്ലെങ്കിൽ ആ ഓർഗനൈസേഷനിലെ ഒരു സുപ്രീം അതോറിറ്റിയിലൂടെ മാത്രമേ കമ്മ്യൂണിക്കേഷൻ നടക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു രീതി അവലംബിക്കുന്നുണ്ടെങ്കിൽ, അത്തരം കമ്മ്യൂണിക്കേഷനെക്കുറിച്ചുള്ള ഓർഗനൈസേഷൻ പോളിസി സെൻട്രലൈസ്ഡ് ആണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കാലതാമസം ഉണ്ടാകും. സോ ഇറ്റ് പ്രിവെൻറ്റ് ദ ഫ്രീ ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ചുള്ള പോളിസി എന്താണോ, അവിടെ ഫ്രീ ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട് ഒരു സെൻട്രലൈസ്ഡ് അതോറിറ്റിയിലൂടെ മാത്രമേ കമ്മ്യൂണിക്കേഷൻ നടത്താൻ പാടുള്ളൂ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷൻ ഡിലേ ഉണ്ടാവും. ഫ്രീ ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടാവില്ല. ആൻഡ് സെക്കൻഡ്ലി റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ചില സ്ഥാപനങ്ങൾ വളരെ സ്ട്രിക്റ്റ് റൂൾസ് ഉണ്ട്. ഫ്രീ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ, എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ സാധ്യമായിരിക്കില്ല, അല്ല ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ പെർമിറ്റ് ചെയ്യാത്ത സ്ഥാപനങ്ങളുണ്ടാവാം. അപ്പോൾ കമ്മ്യൂണിക്കേഷനെക്കുറിച്ച് അവിടെ ആ സ്ഥാപനത്തിൽ നിലനിൽക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളും ഫ്രീ ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ തടസ്സപ്പെടുത്തിയേക്കാം. അപ്പോൾ സ്കാലാർ ചെയിനിലൂടെ മാത്രമേ കമ്മ്യൂണിക്കേഷൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ ഒന്നും പെർമിറ്റ് ചെയ്യാത്ത സാഹചര്യങ്ങളിൽ അത്തരം നിയമങ്ങൾ സ്ഥാപനത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ ഫ്രീ ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ തടസ്സപ്പെടുത്തും. ആൻഡ് മോർ ഓവർ ദ സ്റ്റാറ്റസ്. പലപ്പോഴും ഒരു സുപ്പീരിയർ സബോർഡിനേറ്റ് കമ്മ്യൂണിക്കേഷനിൽ സ്റ്റാറ്റസ് ബാരിയേഴ്സ് ഉണ്ടാകാറുണ്ട്. കാരണം നമുക്കറിയാം പൊതുവേ സബോർഡിനേറ്റ്സിന് സുപ്പീരിയേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊരു ബാരിയർ അവിടെയുണ്ട്, ഒരു സ്റ്റാറ്റസ് ബാരിയറുണ്ട്. കുട്ടികൾ അധ്യാപകരോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നില്ല എന്ന് പറയാറുള്ളത് പോലെ, അല്ലെ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടെന്ന് പറയുന്നത് പോലെ, ഒരു സുപ്പീരിയർ ഓഫീസറുമായിട്ട് ഒരു സബോർഡിനേറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്കറിയാം അൺപ്ലസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മറച്ചു വെക്കുകയും എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാതിരിക്കുകയും ചെയ്യും. അത് സ്റ്റാറ്റസ് ബാരിയർ കൊണ്ടാണ്. ആ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻ പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഒരു ബാരിയറായിട്ട് നിൽക്കാറുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് സ്റ്റാറ്റസ് ബാരിയർ. ആൻഡ് ഓൾസോ the complexity in the organization structure. Sometimes there may be a lengthy scalar chain designed for the organization having too many levels. ഒരുപാട് അധികാര കേന്ദ്രങ്ങളുള്ള വളരെ ലെങ്തി സ്കാലാർ ചെയിൻ ആണെങ്കിൽ നമുക്കറിയാം തീർച്ചയായിട്ടും അവിടെ കമ്മ്യൂണിക്കേഷൻ ഡിലേ ഉണ്ടാവും. അപ്പോൾ
ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ കോംപ്ലക്സിറ്റിയും ഒരു ഓർഗനൈസേഷണൽ ബാരിയറാണ്. ആൻഡ് ഓൾസോ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് സ്ഥാപനത്തിൽ ഒരുക്കിയിരിക്കുന്ന സംവിധാനങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ചിലപ്പോൾ ഇൻ്റർകോമോ പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റമോ അല്ലെങ്കിൽ ഫലപ്രദമായിട്ടൊരു നോട്ടീസ് ബോർഡ് സമ്പ്രദായമോ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേഷൻ നടന്നേക്കാം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്പീഡായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ സ്ഥാപനത്തിൽ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ടാണ് അവിടെ കമ്മ്യൂണിക്കേഷൻ എത്ര ഇഫക്റ്റീവാണെന്ന് പറയാൻ കഴിയുക. ചില സ്ഥാപനങ്ങളിൽ അനവധി സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടാവും. സമയാസമയങ്ങളിൽ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം പോലെയുള്ള അല്ലെങ്കിൽ ഇൻ്റർകോം സംവിധാനം പോലെയുള്ള അല്ലെങ്കിൽ നോട്ടീസ് ബോർഡ് മുഖാന്തരം കാര്യങ്ങൾ അറിയിക്കുന്ന രീതികൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻ ഫെസിലിറ്റീസിൻ്റെ അഭാവം ഒരു ബാരിയറായിട്ട് നിൽക്കാറുണ്ട്. സോ ദീസ് ഓൾ ആർ ദ ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് ഫോർ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. And lastly speaking about the personal barriers, the personal factors of sender and receiver. അപ്പോൾ അവിടെ സെൻഡറായിട്ടുള്ള വ്യക്തിയുടെയും റിസീവറായിട്ടുള്ള വ്യക്തിയുടെയും ആ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള പരിഗണനകൾ പേഴ്സണൽ ബാരിയേഴ്സിൽ വരുന്നതാണ്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പേഴ്സണൽ ബാരിയേഴ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ്ലി ഫിയർ ഓഫ് ചലഞ്ച് ടു അതോറിറ്റി. അപ്പോൾ മറ്റുള്ളവരുമായിട്ട് സൗഹാർദ്ദപരമായിട്ട് ഫ്രീ ആയിട്ട് ഇടപെടുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ തങ്ങളുടെ അധികാരം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി ചിലപ്പോൾ ഉണ്ടായേക്കാം. അപ്പോൾ ഫിയർ ഓഫ് ചലഞ്ച് ടു അതോറിറ്റി ഒരു കമ്മ്യൂണിക്കേഷൻ ബാരിയറായിട്ട് നിൽക്കാറുണ്ട്. ഫ്രീ ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷനെ തടസ്സപ്പെടുന്ന ഒരു കാര്യമാണ് അത്തരം അധികാരം നഷ്ടപ്പെടുമെന്നുള്ളൊരു പേടി. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ലാക്ക് ഓഫ് കോൺഫിഡൻസ് അബൌട്ട് ദ സബോർഡിനേറ്റ്സ്. സബോർഡിനേറ്റിൽ വിശ്വാസമില്ലായ്മ, അവരിൽ കോൺഫിഡൻസ് ഇല്ലായ്മ പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ തടസ്സമായിട്ട് നിൽക്കാറുണ്ട്. സംടൈംസ് ദ അൺവില്ലിങ്നെസ് ടു കമ്മ്യൂണിക്കേറ്റ്. ചിലർക്ക് മടിയാണ്, അല്ലെങ്കിൽ പേടിയാണ്, അതല്ലെങ്കിൽ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു വിമുഖത കാണിക്കുന്നവരുണ്ട്. സോ സച്ച് അൺവില്ലിങ്നെസ് ടു കമ്മ്യൂണിക്കേറ്റ്, അത്തരം നേച്ചറുള്ള ആൾക്കാരാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവില്ല. ദെൻ ഓൾസോ ദ ലാക്ക് ഓഫ് ഇൻസെൻറ്റീവ്സ് ഓർ റിവാർഡ്സ്. വേണ്ട പ്രോത്സാഹനം ലഭിക്കുന്നില്ല. കമ്മ്യൂണിക്കേഷനെ പലപ്പോഴും അത് തടസ്സപ്പെടുത്താറുണ്ട്. അപ്പോൾ അവിടെ മേലുദ്യോഗസ്ഥരിൽ നിന്ന് വേണ്ട പ്രൊമോഷൻ കിട്ടുന്നുണ്ട്, വേണ്ട അഭിനന്ദനം കിട്ടുന്നുണ്ട്, പരിഗണന ലഭിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കും. സോ ദീസ് ഓൾ ആർ സം പേഴ്സണൽ ബാരിയേഴ്സ് വിച്ച് പ്രിവെൻറ്റ് ഫ്രീ ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഫിയർ ഓഫ് ചലഞ്ച് ടു അതോറിറ്റി, ലാക്ക് ഓഫ് കോൺഫിഡൻസ് അബൌട്ട് സബോർഡിനേറ്റ്സ്, unwillingness to communicate, and also lack of incentives or rewards are some examples of personal barriers which prevent the free flow of communication in an organization. അപ്പോൾ ഇത്തരം ബാരിയേഴ്സിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? ദാറ്റ് ഈസ് സജഷൻസ് ഫോർ ഇംപ്രൂവിങ് ദ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ്നെസ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ കൂടുതൽ ഫലവത്താകാൻ വേണ്ടി, ഫലപ്രദമാകാൻ വേണ്ടിയിട്ടുള്ള ചില നിർദ്ദേശങ്ങളാണ് ഇനി മുന്നോട്ട് വെക്കുന്നത്. അല്ലെങ്കിൽ മുൻപറഞ്ഞ ബാരിയേഴ്സ് അല്ലെങ്കിൽ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്ന അത്തരം ആശയവിനിമയ തടസ്സങ്ങൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ. സജഷൻസ് ഫോർ ഇംപ്രൂവിങ് ദ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ്നെസ്. ഫസ്റ്റ്ലി ക്ലാരിഫൈ ദ ഐഡിയാസ് ബിഫോർ കമ്മ്യൂണിക്കേഷൻ. ആശയവിനിമയം നടത്തുന്നതിന് മുന്നേ എന്താണോ നമ്മൾ, എന്ത് മെസ്സേജാണോ നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ചൊരു വ്യക്തത നമുക്കുണ്ടാവണം. ആശയ വ്യക്തത നമ്മൾ വരുത്തണം. അപ്പോൾ സ്വയം ആശയ വ്യക്തത വരുത്തിയതിന് ശേഷം ആശയവിനിമയം നടത്തേണ്ടതാണ്. അപ്പോൾ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചൊരു വ്യക്തത ആദ്യം തന്നെ ആ കമ്മ്യൂണിക്കേറ്റർ അല്ലെങ്കിൽ സെൻഡർ നേടേണ്ടതുണ്ട്. So firstly, clarify the ideas before communication. ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്ക് തന്നെ ഒരു വ്യക്തത ഉണ്ടാവണം.
എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊരു വ്യക്തത വരുത്തിയതിന് ശേഷം അതിൻ്റെ രീതികളെക്കുറിച്ചും അതിനുപയോഗിക്കേണ്ട ലാംഗ്വേജിനെക്കുറിച്ചും ആ മെസ്സേജ് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്നതിനെക്കുറിച്ചുമൊക്കെ ഒരു വ്യക്തത സ്വയം വരുത്തിയതിന് ശേഷം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. രണ്ടാമതായിട്ട് നോ ദ നീഡ്സ് ഓഫ് റിസീവർ. ആ റിസീവറിൻ്റെ ആവശ്യം കൂടി പരിഗണിച്ചിട്ട് വേണം കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട്. നോ ദ നീഡ്സ് ഓഫ് റിസീവർ. ആ റിസീവറിൻ്റെ സ്റ്റേറ്റ് കൂടി അല്ലെങ്കിൽ അവസ്ഥ എന്താണ് എന്നുകൂടി മനസ്സിലാക്കിയിട്ട് വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ എ കമ്മ്യൂണിക്കേറ്റർ ഓർ സെൻഡർ ഷുഡ് നോ ദ നീഡ്സ് ഓഫ് ദ റിസീവർ. ആ സ്വീകർത്താവിൻ്റെ അവസ്ഥയും സാഹചര്യവും മനസ്സിലാക്കിയിട്ട് വേണം, അവൻ്റെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ദെൻ അനദർ സജഷൻ ഈസ് കൺസൾട്ട് അതേഴ്സ് ബിഫോർ കമ്മ്യൂണിക്കേറ്റിംഗ്. നമുക്ക് വ്യക്തതയില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ മറ്റുള്ളവരുടെ ഉപദേശം ആരാഞ്ഞതിന് ശേഷം മാത്രം, നമ്മൾ ക്ലാരിറ്റി വരുത്തിയതിന് ശേഷം മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് വ്യക്തമായിട്ടുള്ള അറിവില്ലാത്തൊരു കാര്യത്തെക്കുറിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും അറിയുന്നവരോട് അവരുടെ ഉപദേശങ്ങളുടെ തേടിയിട്ട് വേണം കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട്. സോ കൺസൾട്ട് ബിഫോർ കമ്മ്യൂണിക്കേറ്റിംഗ്. ആൻഡ് ഫോർത്തിലി ബിവെയർ ഓഫ് ലാംഗ്വേജ്, ടോൺ ആൻഡ് കണ്ടക്റ്റ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് അത് റിസീവർക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജ് ആയിരിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന ശൈലി, അതിൻ്റെ ഉള്ളടക്കമൊക്കെ അവിടെ റിസീവർക്ക് മനസ്സിലാകുന്ന രൂപത്തിലായിരിക്കണം. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ഭാഷയും അവിടെ ശൈലിയുമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് റിസീവറെ എയിം ചെയ്യുന്നതായിരിക്കണം. റിസീവർക്ക് മനസ്സിലാകുന്ന ഭാഷയും ശൈലിയും ഉപയോഗിക്കണം. അഞ്ചാമതായിട്ട് എൻഷുവർ പ്രോപ്പർ ഫീഡ്ബാക്ക്. ഒരു കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആകുന്നത് ഫീഡ്ബാക്കിലൂടെയാണ്. അപ്പോൾ അവരുടെ പ്രതികരണം, ആ റിസീവറുടെ പ്രതികരണം ഉറപ്പാക്കേണ്ടതുണ്ട്. അപ്പോൾ ആ പ്രതികരണം നമ്മൾ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ പ്രതികരണം സ്വീകരിക്കാതെ നമുക്ക് മനസ്സിലാവില്ല അവിടെ കാര്യങ്ങൾ അതേ അർത്ഥതലത്തിൽ, ആ സെൻഡർ ഉദ്ദേശിച്ച അതേ അർത്ഥതലത്തിൽ റിസീവർക്ക് മനസ്സിലായോ എന്ന്. അതുകൊണ്ട് ഫീഡ്ബാക്ക് അവിടെ ഉറപ്പാക്കേണ്ടതുണ്ട്. അവിടെ റിപ്ലൈ ലഭിച്ചു എന്ന് ഉറപ്പാക്കണം. അതിലുപരി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി എ ഗുഡ് ലിസണർ. നല്ലൊരു കേൾവിക്കാരനാവണം നമ്മൾ. പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ പൂർത്തിയാകാത്തത് അല്ലെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവാത്തത് നമ്മൾ ഒരു നല്ല ലിസണർ ആവാത്തത് കൊണ്ടാണ്. അപ്പോൾ നല്ലൊരു കേൾവിക്കാരനാവണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആൻഡ് സെവൻത്തിലെ ഫോളോ അപ്പ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അവിടെ ഫോളോ അപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാര്യങ്ങൾ റിസീവർക്ക് മനസ്സിലായോ എന്ന് പിന്നീട് നമുക്ക് ഫോളോ അപ്പിലൂടെ കൂടുതൽ വ്യക്തത വരുത്താൻ സാധിക്കും. അയാൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷനെ ഫോളോ ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ അയാൾക്ക് മനസ്സിലായോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് വിലയിരുത്തി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യുകയും വേണ്ട നിർദ്ദേശങ്ങൾ വ്യക്തതയോടെ നൽകുകയും വേണം. അപ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷൻ ഒരു ഫോളോ അപ്പ് അനിവാര്യമാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് കൺവേ തിങ്സ് ഓഫ് ഹെൽപ്പ് ആൻഡ് വാല്യൂ ടു ദ ലിസണർ. അപ്പോൾ അത് അവിടെ ശ്രോതാവിന് അല്ലെങ്കിൽ അവിടെ റിസീവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ പറഞ്ഞാലേ അവൻ ശ്രദ്ധിക്കുള്ളൂ. അവിടെ ആ ലിസണർക്ക് അല്ലെങ്കിൽ ആ റിസീവർക്ക് ഒരു ഉപകാരമില്ലാത്ത കാര്യമാകുമ്പോൾ അവർ ശ്രദ്ധിക്കാതെ പോകും. സോ റിമെമ്പർ ദാറ്റ് കൺവേ തിങ്സ് ഓഫ് ഹെൽപ്പ് ആൻഡ് വാല്യൂ ടു ലിസണേഴ്സ്. ആൻഡ് ഫൈനലി കമ്മ്യൂണിക്കേറ്റ് ഫോർ പ്രസൻറ്റ് ആസ് വെൽ ആസ് ഫ്യൂച്ചർ. അപ്പോൾ നാളേക്കും ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് വേണം സംസാരിക്കാൻ. ഇന്ന് മാത്രമല്ല, നാളെയും അവന് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വേണം സംസാരിക്കാൻ. സോ കമ്മ്യൂണിക്കേറ്റ് ഫോർ പ്രസൻറ്റ് ആസ് വെൽ ആസ് ഫ്യൂച്ചർ. അപ്പോൾ അത്തരമൊരു ദീർഘവീക്ഷണത്തോടെയുള്ള ആശയവിനിമയമാണ് ഫലപ്രദമാകുക. പ്രസൻറ്റും ഫ്യൂച്ചറും കൂടെ പരിഗണിച്ചിട്ട് വേണം. അത്തരമൊരു ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള കമ്മ്യൂണിക്കേഷനെ ഇഫക്റ്റീവ് ആകുകയുള്ളൂ. അപ്പോൾ കൂടുതൽ ഇഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ചില നിർദ്ദേശങ്ങളാണ് നൽകിയത്.
അപ്പോൾ ഇതിലൂടെ നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ കമ്മ്യൂണിക്കേഷൻ കൂടുതൽ ഇഫക്റ്റീവ് ആക്കാനും അങ്ങനെ ഡയറക്റ്റിംഗ് സക്സസ്ഫുൾ ആക്കാനും കഴിയും. കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുന്നു. അതോടൊപ്പം തന്നെ ഡയറക്റ്റിംഗ് എന്നുള്ള ചാപ്റ്ററും ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ചാപ്റ്റർ കൺട്രോളിംഗ് എന്നുള്ള ചാപ്റ്ററിലേക്കാണ് നമ്മൾ തുടർന്ന് പോകുന്നത്. 8ാമത്തെ ചാപ്റ്റർ കൺട്രോളിംഗ് ആണ്. മാനേജ്മെൻറ്റ് ഫങ്ഷൻസിൻ്റെ ആ പരമ്പരയിലെ ഏറ്റവും അവസാനമുള്ളതാണ് നമുക്കറിയാം കൺട്രോൾ. അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും വിട. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.